എല്ലാവർക്കും ഞങ്ങളുടെ ഈ ലോകത്തേക്ക് സ്വാഗതം. എൻ്റെ രണ്ടാമത്തെ യൂട്യൂബ് വീഡിയോ ആണിത്. ഫസ്റ്റത്തെ വീഡിയോ ദക്ഷമോളുടെ കൂടെയുള്ള ആ ഒരു വീഡിയോ ആയിരുന്നു. എല്ലാവരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. കാണാത്തവർ ഒന്ന് ചാനലിൽ കയറി കാണുക. അതവരുടെ ഡ്രസ് കളക്ഷൻ്റെ വീഡിയോ ആയിരുന്നു. അതിൻ്റെ പാർട്ട് 2 ഞാൻ പെട്ടെന്ന് തന്നെ ഇടാമെന്ന് പറഞ്ഞിട്ടാണ് നിർത്തിയത്. പക്ഷേ എനിക്ക് ഇതുവരെ ഇടാൻ സാധിച്ചില്ല. എന്താ പറ്റിയെന്ന് വെച്ചാൽ ഞാനിപ്പോൾ BEd ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം വെക്കേഷൻ ആണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരുപാട് വർക്കുണ്ട്. ഇതിപ്പം റീഓപ്പണിങ് മെയ് 22-നാണുള്ളത്. അപ്പം ആ ഒരു ടൈമിൽ നമുക്ക് ഒരുപാട് അസൈൻമെൻറ്റ്സും കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്യാനുണ്ട്. അതുപോലെ വർക്കുകൾ ഒരുപാടുണ്ട്. എക്സാംസ് വരുന്നുണ്ട്, ഇൻറ്റേർണൽ ഉണ്ട്, സെമ്മ് വരുന്നുണ്ട്, ടീച്ചിങ് പ്രാക്ടീസിനായിട്ടുള്ള ഒരുക്കങ്ങൾ അത് ചെയ്യാനുണ്ട്, നമുക്കൊരു ക്യാമ്പ് ഉണ്ട്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ ഞാൻ ചാനലിലൂടെ അറിയിക്കുന്നതാണ്. അതുകൊണ്ട് ആ ഒരു തിരക്ക് കാരണം ഞാൻ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിലാണുള്ളത്. ഇവിടെയാണ് കൂടുതലും എൻ്റെ വർക്കും കാര്യങ്ങളൊക്കെ. ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇവിടെ നിന്നാണ് കൂടുതലും പോവാറ്. അതുകൊണ്ട് എൻ്റെ ബുക്സ് കാര്യങ്ങൾ വർക്ക് ചെയ്യാനുള്ളതെല്ലാം ഇവിടെയാണ് ഇരിപ്പ്. അതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. എന്തായാലും ഞാൻ വീട്ടിലേക്ക് പോയിട്ട് അതിൻ്റെ പാർട്ട് 2 ഇടുന്നതാണ്. അതുമാത്രമല്ല ഒരുപാട് വീഡിയോസ് ചെയ്യാനുണ്ട്. അതൊക്കെ വീട്ടിൽ പോയാലേ കറക്റ്റായിട്ട് നടക്കുള്ളൂ. ഇവിടെ ആകുമ്പം അതിനുള്ളൊരു സൗകര്യം ഇല്ല. ഇവിടെ ഇപ്പോൾ ഉള്ളൊരു സൗകര്യത്തിൽ വെച്ച് ഞാനൊരു ചെറിയ വീഡിയോ ഇടാമെന്ന് വിചാരിച്ചു. എൻ്റെ ഒരു കമ്മൽ കളക്ഷൻ കാണിക്കാമെന്ന് വിചാരിച്ചു. ഒരുപാടൊന്നുമില്ല, കുറച്ച്. കൂടുതലും എൻ്റെ വീട്ടിൽ തന്നെയാണുള്ളത്. അവിടെ ആകുമ്പോൾ അനിയത്തീൻ്റെതും അതുപോലെ തന്നെ ചേട്ടത്തിയമ്മേൻ്റെയും ആയിട്ട് ഒരുപാട് കളക്ഷൻ ഉണ്ടാവും. കാരണം ഞങ്ങൾ എപ്പോഴും ഷെയർ ചെയ്തിട്ടാണ്. നമ്മൾ ഏത് ഒക്കേഷൻ അനുസരിച്ചാണോ ഏത് പരിപാടിക്കാണ് പോകുന്നത് അതിൻ്റെ ആ ഒരു ടൈപ്പ് ഓഫ് ഡ്രസ്സിനനുസരിച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാണ് പൊതുവേ കമ്മലിടാറ്. പൊതുവേ എല്ലാവരും അങ്ങനെ തന്നെയാണ്. ഗേൾസ് സിബ്ലിങ്സ് ഒക്കെ ഉള്ളവർക്ക് അറിയാം. അങ്ങനെ നമുക്ക് ആ ഒരു ബെനിഫിറ്റ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും അവിടെയാണുള്ളത്. ഇവിടെ കുറച്ച് മാത്രമേ ഉള്ളൂ. ഇവിടുത്തെ പരിപാടിക്കും കാര്യങ്ങൾക്കൊക്കെ പോകാൻ വേണ്ടിയിട്ടും പിന്നെ എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്നതുമായിട്ടുള്ള കുറച്ച് കളക്ഷൻ. അപ്പം അത് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്കൊന്ന് കണ്ടാലോ. ഞാൻ ഇങ്ങനത്തെ കുറച്ച് കവറുകളിലാക്കിയിട്ടാണ് സൂക്ഷിക്കാറ്. ഈ കവറിന് എന്താ പേര് പറയാമെന്ന് എനിക്കറിയില്ല. എൻ്റെ ഹസ്ബൻഡ് കൊണ്ടു തന്നതാണ് എനിക്ക് കമ്മലിട്ട് വെക്കാൻ വേണ്ടിയിട്ട്. ഞാൻ മീഷോയിലൊരു ബോക്സ് കണ്ടിട്ടുണ്ടായിരുന്നു. അത് വാങ്ങിയാൽ കൊള്ളാം എന്നൊക്കെ ഉണ്ട്. പൈസ വരുമ്പോൾ വാങ്ങാം. അപ്പം ഫസ്റ്റത്തെ കമ്മൽ ഇതാണ്. ഇതൊരു കാണുന്നുണ്ടോ? ഇതൊരു ജുംക്കയാണ്. ഇത് എൻ്റെ എൻഗേജ്മെൻറ്റിൻ്റെ സമയത്ത് ഇവിടുന്ന്, അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ നിന്ന് എനിക്ക് സാരിയും അതുപോലെ തന്നെ ഇങ്ങനത്തെ കുറച്ച് ഓർണമെൻറ്റ്സും കാര്യങ്ങളും അതിനെ മാച്ചായിട്ട് കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഒരു കമ്മലാണിത്. നല്ല രസമാണ്, നല്ല രസമുള്ളൊരു ജുംക്കയാണ്. ഞാൻ ഇട്ട് കാണിക്കാം. കാണുന്നുണ്ടോ? എനിക്ക് തോന്നുന്നു ഞങ്ങൾ ഫോക്കസ് എന്നല്ല, വേറെ ഏതോ ഒരു മാളിൽ നിന്ന് വാങ്ങിയതായിരുന്നു അന്ന് ഡ്രസ്സ് എടുക്കാൻ പോയ സമയത്ത്. അവിടെ തന്നെയുള്ള ഏതോ ഒരു മാളായിരുന്നു, എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. അവിടെ നിന്ന് വാങ്ങിയതാണ്. കുറേ ആയി. വലിയ കേടുപാടുകളൊന്നും കൂടാതെ കളറൊന്നും പോവാതെ എനിക്ക് കിട്ടി. കാരണം എൻഗേജ്മെൻറ്റ് കഴിഞ്ഞിട്ടിപ്പം 3 വർഷമായി. ഇപ്പോഴും ഞാനിത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി രണ്ടാമത്തെ കമ്മൽ ഇതാണ്. കാണുന്നുണ്ടോ? അങ്ങനെ വയ്ക്കുമ്പോൾ അല്ലേ വൃത്തി. ഇതാണ്. ഇതതുപോലെ ഏതോ ഒരു ഉത്സവപ്പറമ്പിൽ നിന്ന് വാങ്ങിയതാണ്. എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്നതാണ് എനിക്ക്. എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഇങ്ങനത്തെ സിൽവറും ഗോൾഡൊക്കെ ആയിട്ട്. ആദ്യം കല്യാണം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുത്ത് ഇങ്ങനത്തെ ഒന്നും ഇല്ലായിരുന്നു. കണ്ടപ്പം ഇഷ്ടപ്പെട്ടപ്പം വാങ്ങിയതാണ്. ഇത് ഞാൻ അത്യാവശ്യം നന്നായിട്ട് യൂസ് ചെയ്യാറുണ്ട്. കുറച്ച് കളർ പോയി തുടങ്ങുന്നുണ്ട്, എന്നാലും വലിയ കുഴപ്പമില്ല. ഇതും ഒരുപാട് കാലമായി എൻ്റെ കയ്യിൽ. ഇനി അടുത്തത് ദിസ് വൺ. ഇതെനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു ജുംക്കയാണ്. നല്ല ഭംഗിയാണ് കാണാൻ.
നമ്മൾ ഈ ട്രഡീഷണലായിട്ട് കേരള സാരി അതുപോലെ തന്നെ നല്ല പട്ടുസാരി കൊടുക്കുമ്പോൾ അതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ പറ്റിയ നല്ലൊരു കമ്മലാണ്. ഇതിട്ടപ്പോൾ മുഖത്തിന് തന്നെ ഒരു മാറ്റം. എന്നോട് എൻ്റെ വീട്ടിൽ നിന്ന് എൻ്റെ അമ്മയും എൻ്റെ ഹസ്ബൻഡൊക്കെ എപ്പോഴും പറയുന്ന കാര്യമാണ്, എൻ്റെ മുഖത്തേക്ക് ഇങ്ങനത്തെ കുടുക്ക ആനജിമിക്ക് വേണം. ആനജിമിക്ക് എന്ന് അവരൊക്കെ പറയും. ഇത് ഞങ്ങൾ SM സ്ട്രീറ്റിലുള്ള ഒരു ഷോപ്പിൽ നിന്ന് വാങ്ങിയതാണ്. ഷോപ്പിൻ്റെ പേര് എന്നോട് മറന്നുപോയി. ഇതും കല്യാണത്തിനോട് അനുബന്ധിച്ച്, എൻ്റെ കല്യാണത്തിനോട് അനുബന്ധിച്ചുള്ള ഒരു പർച്ചേസിങ്ങിൻ്റെ ഇടയിൽ വാങ്ങിയതാണ്. കാഷ്വലായിട്ട് ഇടുന്ന കേട്ടോ ജുംക്ക. ആരും തെറ്റിദ്ധരിക്കേണ്ട ഇതിൻ്റെ കളറ് പോയതാണെന്ന്. ഇതിൻ്റെ കളർ ഇങ്ങനെ തന്നെയാണ്. ഞാൻ വാങ്ങുമ്പോഴേ ഇങ്ങനെ തന്നെയായിരുന്നു. അത്ര വെയിറ്റൊന്നുമില്ല, വലിയ വെയിറ്റൊന്നുമില്ല. ഡെയിലി യൂസിന് പറ്റിയ, അത്യാവശ്യം നമുക്ക് ഇട്ടിട്ട് പോകാൻ പറ്റിയ കമ്മലാണ്. അടുത്തതാണ് ഇത്. ഇതും അതുപോലെ തന്നെ ഞാനൊരു ഫാൻസിന്ന് വാങ്ങിയതാണ്. ഏത് ഫാൻസിന്നാണെന്ന് എനിക്ക് ഓർമ്മയില്ല. പക്ഷേ വളരെ മിനിമലായിട്ടുള്ള ഒരു സിമ്പിളായിട്ടുള്ള ജുംക്കയാണ്. ഇത് അത്യാവശ്യം വെയിറ്റ് ഉണ്ട് കേട്ടോ. ഇത് ഞങ്ങൾ തൃശ്ശൂർ പൂരത്തിന് പോയ സമയത്ത് അവിടുത്തെ ഒരു സ്റ്റോളിൽ നിന്ന് വാങ്ങിയതാണ്. ഒരു ഫംഗ്ഷന് വേണ്ടി ഒരു പച്ച സാരി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനേക്ക് മാച്ചായിട്ട് അന്ന് വാങ്ങിയതായിരുന്നു. നല്ല ജിമിക്കാണ്. ഞാൻ ഒരുപാട് ഇട്ടിട്ടുണ്ട്, ഒരുപാട് ഫംഗ്ഷനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇട്ടിട്ടുണ്ട്. വെയിറ്റ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. കാണുമ്പോൾ തന്നെ അറിയാമല്ലോ, അത്യാവശ്യം വെയിറ്റ് ഉണ്ട്. പിന്നെ ഞാൻ റെഗുലറായിട്ട് ഇങ്ങനത്തെ കമ്മലുകൾ ഇടുന്ന ഒരാളല്ല. ഇതാ ഈ ഒരെണ്ണം അമ്പലത്തിലെ പരിപാടിക്ക് വേണ്ടിയിട്ട് എനിക്ക് അമ്പലത്തിൻ്റെ പരിപാടിക്ക് പോയ സമയത്ത് അവിടെ നിന്ന് വാങ്ങിത്തന്നതാണ്. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, ഇതുവരെ യൂസ് ചെയ്യാത്തൊരു കമ്മലാണ്. എനിക്ക് പൊതുവേ ഇങ്ങനത്തത് വലിയ ഇഷ്ടമല്ല. ഞാൻ അന്ന് കണ്ടപ്പോൾ ആരോഗ്യമോ നിർബന്ധിച്ചപ്പോൾ വാങ്ങിയ സാധനമാണ്. ചേർച്ചയുണ്ടോയെന്ന് നിങ്ങൾ പറയണം. കുഴപ്പമില്ലല്ലേ? ഞാൻ എടുക്കും ഏതെങ്കിലും. ഈ കളർ ഡ്രസ്സൊക്കെ ഉണ്ട്, പക്ഷേ എടുത്തു വെച്ചാലും ഞാൻ പിന്നെ ഇടാതെ പോകുന്നതാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഒരു ടൈപ്പ് ഓഫ് കമ്മൽ എനിക്ക് പൊതുവേ ചേർച്ചയില്ലെന്ന് എൻ്റെ തോന്നലാണ്. നിങ്ങളഭിപ്രായം പറയട്ടോ. എനിക്ക് പൊതുവേ അങ്ങനെ തോന്നുന്നു, എനിക്ക് ചേർച്ചയില്ലെന്ന്. അതുകൊണ്ട് ഞാൻ ഇടാറില്ല ഈ ഒരു കമ്മൽ. ഇതും ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, പരിപാടികൾക്കൊന്നും ഇട്ടിട്ടില്ല. ഇതൊക്കെ എനിക്കാരോ വാങ്ങി തന്നതാണ്. ഈ കമ്മൽ ആരായിരുന്നു എന്ന് എനിക്ക് ഓർമ്മയില്ല. ഇവിടെ നിന്ന് ആരോ വാങ്ങി തന്നതാണ്. കുഴപ്പമില്ലല്ലേ? പക്ഷെ ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല. എനിക്കിങ്ങനത്തത് വലിയ ഇഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ ഇടാതെ വെച്ചതാണ്. ഇട്ട് നോക്കാം. അപ്പം നിങ്ങൾ ചോദിക്കും, ആർക്കെങ്കിലും കൊടുത്തുകൂടെയെന്ന്. വീട്ടിൽ കൊണ്ടുവച്ചിട്ടും കാര്യമില്ല. അവിടെ ഉള്ളവരും ഇങ്ങനത്തത് പൊതുവേ ആരും അവിടെ എൻ്റെ വീട്ടിലാണെങ്കിൽ യൂസ് ചെയ്യാറില്ല. എന്താണെന്ന് അറിയത്തില്ല, ഞങ്ങളൊക്കെ അങ്ങനെയാണ്. അങ്ങനെയായിട്ടല്ല, എന്നാലും അങ്ങനെയാണ്. ഇത് ഞാൻ മീഷോന്ന് ഒരു ചോക്കർ ഓർഡർ ചെയ്താണ്. അത് കണ്ടിട്ട് ഓർഡർ ചെയ്താണ്. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നതാണ് ഈ കമ്മൽ. നല്ല കമ്മലാണ് കേട്ടോ. അത്യാവശ്യം മീഷോന്ന് ഞാൻ ഓർണമെൻറ്റ് സെക്ഷനിൽ നിന്ന് ആദ്യമായിട്ട് വാങ്ങിയ ഒരു സാധനമായിരുന്നു ആ ചോക്കർ. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ. പക്ഷെ എന്തോ ഭാഗ്യം കൊണ്ട്, എൻ്റെ ഭാഗ്യം കൊണ്ടാണോ എന്നറിയില്ല, റെഡിയായി കിട്ടി. കാണുന്നുണ്ടോ? നല്ല ജിമിക്ക, രസമുണ്ട് കാണാൻ. ഗോൾഡൻ അല്ലാതെ മറ്റേ ടൈപ്പ് ഉണ്ടല്ലോ, എന്താണ്
സിൽവർ ടൈപ്പ് അതൊരുപാടുണ്ട്. എനിക്ക് പൊതുവേ ഗോൾഡൻ ഇതെന്ന് പറഞ്ഞാൽ ഞാൻ കൂടുതലും എന്താ പറയുക സാരിയുടെ കൂടെയാണ്. സാരി എന്തെങ്കിലും ഒക്കേഷൻ വരുമ്പോൾ മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ. ഇപ്പം ബി.എഡിന് പോയി തുടങ്ങിയതിന് ശേഷമാണ് സാരി കൂടുതലും യൂസ് ചെയ്യേണ്ടി വന്നിട്ടുള്ളത്. ഇതുവരെ കോളേജിൽ പഠിക്കുമ്പോഴാണെങ്കിലും PG ചെയ്യുന്ന സമയത്താണെങ്കിലും അങ്ങനെ വേണ്ടി വന്നിട്ടില്ല. വല്ല ഓണോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി ഫെയർവെല്ലിനൊന്നും ഞാൻ ഇതുവരെ പോയിട്ട് പോലും ഇല്ല. അതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് സാരി ഒന്നും ഉടുക്കേണ്ടി വന്നിട്ടില്ല. ഡിഗ്രി സമയം എന്ന് പറഞ്ഞാൽ ഞാൻ കൊറോണ ബാച്ചായിരുന്നു. അപ്പം അറിയാലോ അവസ്ഥ, ഞങ്ങൾക്ക് അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. പിന്നെ PG സമയത്ത് എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് എനിക്ക് ഫെയർവെല്ലിനൊന്നും പോകാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ ഒരു ടൈമിലും സാരീൻ്റെ ആവശ്യം വന്നില്ല. അപ്പം B.എഡിന് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ടീച്ചിങ് പ്രാക്ടീസിന് ഇനി പോവുകയാണെങ്കിലും സാരി കൂടുതലും പ്രിഫർ ചെയ്യും. ഞങ്ങൾ പൊതുവേ പ്രിഫർ ചെയ്യും. നമുക്ക് അവിടെ ചെന്നാലും കൂടുതലും ടീച്ചേഴ്സ് പറയാം സാരി ഉടുക്കുന്നത് നല്ലതാണെന്നാണ്. നിർബന്ധിക്കുന്നതല്ല എന്നാലും. അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം കമ്മലുകളൊക്കെ ആവശ്യമായി വരും എന്ന് വിചാരിച്ച് ഇത്രയും ആർഭാടത്തിലൊന്നും ഇട്ടിട്ട് പോകാൻ പറ്റില്ല. നമ്മളെ പ്രൊഫഷൻ അനുസരിച്ച് വളരെ സിമ്പിളായിട്ടുള്ള അപ്പോൾ അങ്ങനത്തെ കുറച്ച് കമ്മലുകൾ എനിക്ക് വാങ്ങണം. അപ്പം ഇനി സിൽവറിൻ്റെ കുറച്ച് കളക്ഷൻ ഉണ്ട്. അത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, എല്ലാവരും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, അടുത്തുള്ള ബെൽ ബട്ടണും കൂടി ഒന്ന് ഇനേബിൾ ചെയ്ത് വയ്ക്കുക. എന്നാൽ വരുന്ന വീഡിയോസ് നിങ്ങൾക്ക് കാണാം. ഞാനിങ്ങനെ എന്താ പറയുക പെർട്ടിക്കുലറായിട്ടൊരു കണ്ടൻറ്റ് ഇട്ട് പോവാം എന്നുള്ള നിലയ്ക്കല്ല. എനിക്കിഷ്ടമുള്ളത് എന്താണോ അതായത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്ക് ആഗ്രഹമുള്ളത് എന്തൊക്കെയാണോ അതെല്ലാം എൻ്റെ ചാനലിൽ ഉണ്ടാവും. കൂടുതലും എൻ്റെ മാത്രമായിരിക്കത്തില്ല കേട്ടോ, എല്ലാവരുടെ വീഡിയോസ് ഉണ്ടാവും. അതായത് എൻ്റെ അനിയത്തിയുടെ, അതുപോലെ ദക്ഷമോളുടെ, അവളുടെ അനിയനുണ്ട് യദുക്കുട്ടൻ്റെ, അതുപോലെ എൻ്റെ ഫാമിലിയുടെ. അതാണ് ഞങ്ങളുടെ ലോകം എന്ന് ഞാൻ ഈ ചാനലിന് പേരിടാൻ തന്നെ കാരണം അതാണ്. ഞങ്ങളുടെ ലോകമാണ്. ഞങ്ങളുടെ ലോകത്തുള്ള എല്ലാ കാര്യങ്ങളും മാക്സിമം നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. ബൈ.